25% ബോണസോട് കൂടി നിങ്ങൾക്ക് ഒരു വർഷം അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അത് കിടക്കണം. അതായത് 1 ഇയർ 12 മന്ത്സ് പീരീഡ് ആണ് പറഞ്ഞത്. 12 മന്ത്സ് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് 25% ബോണസോട് കൂടി നിങ്ങൾക്ക് ആ പൈസ എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 4000 പൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് 5000 പൗണ്ടായിട്ട് നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് വീട് മേടിക്കുന്ന സമയത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇടയിൽ നമ്മൾ ആ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 25% ഇൻട്രസ്റ്റ് കിട്ടില്ല. അതെ, നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് 12 മന്ത്സ് പീരീഡിനുള്ളിൽ നിങ്ങൾ പൈസ വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് ആ 25% ഗവൺമെന്റ് ബോണസ് കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുക. 20,000 പൗണ്ട്സ് വരെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ, കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. നമുക്ക് UK ഫസ്റ്റ് ടൈം ബയർക്ക് മാത്രമാണ് അത് യൂസ്ഫുൾ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ 4,50,000 പൗണ്ട് വരെയുള്ള വീടുകൾക്കായിരിക്കും ലൈഫ് ടൈം പൈസ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് മാക്സിമം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏജ് 50ക്ക് അപ്പുറത്തേക്ക് നമുക്ക് അത് കോൺട്രിബ്യൂട്ട് ഡെപ്പോസിറ്റ് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ISA അക്കൗണ്ട്സ് എവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും? നമുക്ക് FSCSന്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ലൈഫ് ടൈം ISA നമുക്ക് തുടങ്ങാവുന്നതാണ്. ഫണ്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും.